എല്ലാവർക്കും നമസ്കാരം. കഷണ്ടിക്കാരൻ്റെ പുത്തൻ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വേറിട്ട ഒരു സംഭവമാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. ഇന്നൊരു ഫുഡ് വീഡിയോ ആണ്. നമ്മൾ ഒരു ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നൊരു വീഡിയോ ആണ്. ബീഫിൻ്റെ ഒരു വേറെ ഒരു ഐറ്റം നമ്മൾ പുതിയതായി ഉണ്ടാക്കി നോക്കിയതാണ്. ഒരു തേങ്ങാ വെള്ളത്തിൽ വെച്ചിരിക്കുന്ന ഒരു ബീഫ്. അതിന് നമ്മൾ മുളക് പൊടി യൂസ് ചെയ്തില്ല. അങ്ങനെ ഒരു പ്രത്യേക ഐറ്റമാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫ് കുക്കറിലിട്ടൊരു 3 വിസിൽ നമ്മൾ അടിച്ചിട്ടുണ്ട്. അത് ഓരോരുത്തരും മേടിക്കുന്ന ഇറച്ചിയുടെ വേവിനനുസരിച്ച് നമ്മൾ കുക്കറിലിട്ട് അടിച്ചെടുക്കുക. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു 6-7 മുളക്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പറിച്ച മുളകാണ്, അപ്പോൾ എരിവ് കൂടുതലുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഇടുക. ഉള്ളി ഒരു 2 കപ്പോളം ഉള്ളിയുണ്ട്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം തേങ്ങാവെള്ളം ഒരു 2 തേങ്ങയുടെ വെള്ളമാണിത്. പിന്നെ ഇത് നമ്മുടെ ഗരം മസാലയുടെ പൊടി, ഇത് പൊടിച്ചെടുത്ത പൊടിയാണ്. ഉപ്പ്, പിന്നെ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി. പിന്നെ ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ആവശ്യം. പിന്നെ നമ്മളിതിനകത്ത് ഹൈലൈറ്റ് എന്ന് പറയാൻ മുളക് പൊടി യൂസ് ചെയ്തിട്ടില്ല, കുരുമുളക് പൊടിയാണ് നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ ഉണ്ടാക്കുന്ന ഫുഡ് ബീഫ് ഉണ്ടാക്കുന്നത് നമ്മൾ വെള്ളത്തിലല്ല, വേറൊരു സ്പെഷ്യൽ ഐറ്റത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള പോകെ നമുക്ക് മനസ്സിലാവും. ഇത് തേങ്ങാവെള്ളം എടുക്കുകയാണ് കേട്ടോ. തേങ്ങാവെള്ളം ഇതിപ്പോൾ അരിച്ചാണ് എടുക്കുന്നത്. അതിനുള്ള കരടൊന്നും വീഴാതിരിക്കാൻ വേണ്ടി അരിച്ചെടുക്കുന്നത്. നമ്മളിതേ ഇപ്പം വീടിൻ്റെ മേളിലാണ് നമ്മൾ ചെയ്യുന്നത്. വീടിൻ്റെ മേളിൽ നമ്മൾ ഷീറ്റൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് ചൂട് താഴെ കറങ്ങാതിരിക്കാൻ വേണ്ടി മൊത്തത്തിൽ സെറ്റപ്പ് ആക്കിയിട്ട് അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലാണ് മൊത്തത്തിൽ ചെയ്യുന്നത്. നമ്മുടെ ഓട്ടുരുളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടായി. നമ്മൾ ഇതിനകത്ത് വെളിച്ചെണ്ണയാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ഉള്ളിയും പിന്നെ നമ്മുടെ പച്ചമുളകും കൂടി ഇടുകയാണ്. പെട്ടെന്ന് തീ ഇച്ചിരി കുറയ്ക്കട്ടെ, തീ പെട്ടെന്ന് കൂടി. നമ്മളിത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിനകത്തേക്ക് ഇട്ടിരിക്കുന്നു മൂപ്പിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഉള്ളി മൊത്തം വഴറ്റി എടുത്തിട്ടുണ്ട്. വഴറ്റി നല്ല ബ്രൗൺ കളറായിട്ട് വന്നതിന് ശേഷം നമ്മളിത് ഇതിനകത്തേക്ക് ഒരു ഇത്രയും മഞ്ഞപ്പൊടി ഇടുക. മഞ്ഞപ്പൊടി, അതിനുശേഷം ഗരം മസാലപ്പൊടി ഒരു സ്പൂൺ നന്നായിട്ട്. മല്ലിപ്പൊടി നമ്മൾ ഏകദേശം ഒരു 1, 2, 3 സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇടണം. നമ്മളൊരു 1/2 ടീസ്പൂണായിട്ട് നമ്മൾ പെരിഞ്ചീരകം ഇടുന്നുണ്ട്. പെരിഞ്ചീരകം തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കഴിയ കറിവേപ്പില നമ്മൾ ഇതിനകത്ത് വേണം. ഇപ്പം എന്നിട്ട് ഒന്ന് ഇളക്കിക്കൊടു. ഫ്രഷായിട്ട് പറിച്ചെന്ന് പറഞ്ഞിട്ട് ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിരിക്കുമ്പോൾ ആ കറിവേപ്പില വീണപ്പോൾ ഒരു നല്ല സ്മെല്ല് വരും. അടിപൊളി അല്ലടാ, നല്ല സ്മെല്ലില്ല, നല്ല പുകയുണ്ട്. ബീഫ് ഇടാൻ പോകണം. നമ്മൾ ഈ വേവിച്ച ബീഫിന്റെ വെള്ളം മൊത്തം മാറ്റിയിട്ടുണ്ട്. ഇത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബീഫിന്റെ വെള്ളം മൊത്തം നമ്മൾ മാറ്റി. നമ്മൾ ഈ ബീഫ് വേവിച്ച വെള്ളം കളയുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഫാറ്റ് തീരെ കുറവായിരിക്കും. അപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ശകലം കഴിക്കാൻ പറ്റുന്നൊരവസ്ഥയിലാണ് നമ്മൾ ബീഫ്. നമ്മുടെ മെയിൻ സംഭവം തേങ്ങാവെള്ളം ഒഴിക്കുകയാണ്. ഏകദേശം ഇത്രത്തോളം മതിയാവും. നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ബാക്കി കൂടി. ഉപ്പെടുത്ത് ഉപ്പ് നമ്മൾ കയ്യിൽ എനിക്കൊന്ന് അളവറിയത്തുള്ളൂ. ഞാൻ അടുത്ത് ഇടാൻ പോകണം. നമ്മൾ കുരുമുളക് പൊടി ഇടാൻ പോകാം. കുരുമുളക് പൊടി ഇടുകയാണ്. എരിവ് കുറച്ച് വേണ്ടവർക്ക് കുറച്ചിടാം. നമ്മളിപ്പോൾ എരിവ് കൂടുതൽ കഴിക്കുന്ന ആളാണ്. അവിടെ ഇച്ചിരി കുരുമുളക് പൊടി കൂടുതൽ എടുത്ത് വേണം. തേങ്ങാവെള്ളം ഒഴിച്ച ബീഫ് കറി ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. തേങ്ങ മൂപ്പിച്ച് ഇതിനകത്തേക്ക് ഇടുക. തേങ്ങ കൊത്ത് അരിഞ്ഞിട്ട് മൂപ്പിച്ച് ഇതിനകത്തേക്ക് ഇടുക, ഇളക്കിയെടുക്കുക, കഴിക്കുക. അത്രേ ഉള്ളൂ. സൂപ്പർ സാധനമാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കാണാം. അടിപൊളിയാണ്. ഞാൻ ലേശം തേങ്ങാവെള്ളം കൂടെ ഒഴിച്ചിരുന്നു. ഇച്ചിരി ഗ്രേവി വേണ്ടതുകൊണ്ട് നമ്മളിതിൻ്റെ കൂടെ പൊറോട്ടയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇച്ചിരി ഗ്രേവി വേണം.
ലേശം കൂടി തേങ്ങാവെള്ളം ഞാൻ ഒഴിച്ചു. ലാസ്റ്റ് തേങ്ങാക്കൊത്തും കൂടി ഇടുകയാണ്. ഇത് കഴിഞ്ഞാൽ വാങ്ങാം, നമുക്ക് കഴിക്കാം. നല്ല കളറും സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീഫ് കറിയൊക്കെ വെക്കുമ്പോൾ നാരങ്ങ പിഴിഞ്ഞാണ് നമ്മൾ ചെറുതായിട്ട് ഒരു പുളിപ്പ് കിട്ടാനായിട്ട്. അതൊന്നും ചേർക്കണ്ട, ഈ കരിക്കും വെള്ളം ഒഴിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു പുളി ഉണ്ടാവും, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മളിന്ന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള തേങ്ങാ വെള്ളത്തിൽ വെച്ച ബീഫ് കറി, മുളക് പൊടി ഉപയോഗിക്കാത്ത ബീഫ് കറി, അത് ഇന്ന് ഇവരാണ് ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് പറയുന്നത്. ഇത് എൻ്റെ പെൺമണിയാണ്. ഇത് നമ്മുടെ സിജോയുടെയും ജിതിൻ്റെയും വൈഫാണ്. നോക്കിയിട്ട് പറയാം, കഴിച്ചാൽ പെട്ടെന്ന് കഴിക്കുക. ടേസ്റ്റ് എങ്ങനെയുണ്ട്? എന്താണ് പ്രത്യേകത? സാധാരണ ഉള്ള ബീഫ് കറിയേക്കാളും പ്രത്യേകത എന്താ? കുരുമുളകിന്റെ ടേസ്റ്റ് ഉണ്ട്, എന്നാൽ അതിന്റെ കുത്തന് അങ്ങനെ അധികം വന്നിട്ടില്ല. ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. പിന്നെ തേങ്ങയുടെ വെള്ളം വരുന്നതിന്റെ ആയിരിക്കും നമുക്ക് എന്താ പറയാ, നമ്മൾ സാധാരണ ബീഫ് കറിയിൽ നിന്ന് എന്തോ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ വിനാഗിരിയൊക്കെ ഒഴിക്കാതെ തന്നെ ആ ഒരു എല്ലാ പുളിപ്പും എല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവര് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ ഇത് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും